നമസ്കാരം. പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും ഒരു വീക്കിലി എക്സ്പയറി ദിനത്തിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. കഴിഞ്ഞ സെഷനിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 25,200 എന്നൊരു ലെവലിന് മുകളിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. ഒരു വീക്ക്നെസ് നമുക്ക് തുടക്ക വ്യാപാരത്തിൽ കണ്ടെങ്കിലും അവസാന മണിക്കൂറുകളിൽ ചെറിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വരികയും ഏകദേശം ഒരു ഇൻട്രാഡേ ഹൈക്ക് അടുത്തായിട്ട് തന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ബാങ്കിങ് ഓഹരികൾ ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് 25,200 എന്നൊരു ലെവലിന് മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്തുണ നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി നമുക്ക് ഏഷ്യൻ വിപണികളുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഇന്നിപ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഏഷ്യൻ വിപണികൾ കാണുന്നത്. US മാർക്കറ്റിൽ അല്ലെങ്കിൽ US സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും താരിഫ് റിലേറ്റഡ് കൺസേൺസും ഒക്കെ തന്നെ ഒരു വോളറ്റിലിറ്റി മാർക്കറ്റുകളൊക്കെ തന്നെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. അത്തരത്തിൽ ജെറോം പവലിന്റെ ഒരു പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ് പല അഭ്യൂഹങ്ങളും വാർത്തകളും ഒക്കെ തന്നെ കേൾക്കുന്നതും അത്തരം അപ്ഡേഷൻസ് വരുന്നത് മാർക്കറ്റിൽ വലിയ തോതിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ജെറോം പവലിൻ്റെ അഭിപ്രായങ്ങളോട് ഒരു ഭിന്നത തീർച്ചയായിട്ടും ട്രംപിൻ്റെ ഒരു വ്യൂവിനുണ്ട്. അതിനാൽ തന്നെ ജെറോം പവലിനെ ഫെഡ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളും വാർത്തകളും റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും തന്നെ താൻ പോകില്ല എന്നുള്ള തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻസും ട്രംപ് നടത്തുന്നുണ്ട്. ഏതായാലും ഇത്തരം വാർത്തകളുടെയൊക്കെ തന്നെ ഒരു അപ്ഡേഷൻ്റെ പിൻബലത്തിൽ ഏഷ്യൻ വിപണികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ US മാർക്കറ്റിനെയൊക്കെ സംബന്ധിച്ച് അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്. എന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ US വിപണിയും ഒരു നേട്ടത്തിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നാസ്ഡാക്ക് 0.25% മുന്നേറിയിട്ടുണ്ട്. ഡൗ ജോൺസ് 0.53% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. S&P 500 0.32% നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഗിഫ്റ്റ് നിഫ്റ്റി ഒരു പോസിറ്റീവ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇന്ന് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ നോക്കാം. HDFC സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് നിഫ്റ്റിയുടെ ഷോർട്ട് ടേം ട്രെൻഡ് പോസിറ്റീവായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണെന്ന് തന്നെയാണ്. 25,250 എന്നുള്ളൊരു മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് 25,550 എന്ന റെസിസ്റ്റൻസിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ നിഫ്റ്റിക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. 25,000 എന്ന ലെവലിൽ തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട്. LKP സെക്യൂരിറ്റീസിലെ രൂപക്തി പറയുന്നത് 25,260 ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാമെന്നാണ്. ഡൗൺ സൈഡിൽ 25,000 എന്നുള്ള ഒരു റേഞ്ചിലായിരിക്കും സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. 25,260 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ 25,500 എന്നൊരു ലെവൽ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ സൂചികയ്ക്കുണ്ട് എന്ന് LKP സെക്യൂരിറ്റീസിലെ രൂപക്തി അഭിപ്രായപ്പെടുന്നുണ്ട്. പതിവ് പോലെ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ കൂടി നോക്കാം. ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഓഹരികൾ ആക്സിസ് ബാങ്ക്, വിപ്രോ, ജിയോ ഫൈനാൻഷ്യൽ സർവീസസ്, LTI മൈൻട്രി, HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി, 361 WAM, Alok Industries, Seat, Clean Science and Technology, Indian Hotels, Nuvoco Vistas Corporation, Polycab India, Shoppers Stop, South Indian Bank, Suntech Realty, Sterling and Wilson Renewable Energy, Tata Communications, Vari Renewable Technologies എന്നീ കമ്പനികളുടെ റിസൾട്ടുകളാണ് അനൗൺസ് ചെയ്യുന്നത്. നമുക്ക് ഈ കമ്പനികളൊക്കെ തന്നെ ഫോക്കസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം കഴിഞ്ഞ സെഷനിൽ പ്രധാനമായിട്ടും റിസൾട്ടുകൾ അനൗൺസ് ചെയ്ത ഒരു കമ്പനികളിലൊന്ന് ഏഞ്ചൽ വൺ ആണ്. ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ച് അവരുടെ പ്രോഫിറ്റിൽ ഒരു വലിയ തോതിൽ ഒരു കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ച് അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ ഒരു 61% ഒരു കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 114% ഒരു കുറവ്, 114 കോടി രൂപയാണിപ്പോൾ നെറ്റ് പ്രോഫിറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ വാരി എനർജീസ് നമുക്കിന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ്. കമ്പനിയെ സംബന്ധിച്ച് കാമത്ത് ട്രാൻസ്ഫോമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ അക്വിസിഷനുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. 293 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എക്സിഗോ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിയെ സംബന്ധിച്ച് അവരുടെ റിസൾട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ 27% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. PNC ഇൻഫ്രാടെക്കിൻ്റെ ഓഹരികൾ നമുക്കിന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ്. കമ്പനിക്ക് ഒരു പ്രൊജക്റ്റിൻ്റെ ലോവസ്റ്റ് ബിഡറായി മാറാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് കമ്പനി അറിയിച്ചു. 300 മെഗാവാട്ടിൻ്റെ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം
സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പവർ പ്രൊജക്റ്റാണ് ഇപ്പോൾ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നതെന്ന അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത്. റിലയൻസ് പവർ നമുക്കിന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ്. റിലയൻസ് പവറിനെ സംബന്ധിച്ച് 9,000 കോടി രൂപയുടെ ഫണ്ട് റേസിംഗുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അവർ അറിയിച്ചിട്ടുണ്ട്. QIP വഴി അല്ലെങ്കിൽ FPO വഴിയോ അല്ലെങ്കിൽ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴിയോ ആയിരിക്കും ഈ 9,000 കോടി രൂപ സമാഹരിക്കുക എന്നാണ് ഇപ്പോൾ റിലയൻസ് പവർ അറിയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി NTPC തന്നെയാണ്. NTPCയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ എനർജി ട്രാൻസിഷൻ ബൂസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് റിന്യൂവബിൾ എനർജി സബ്സിഡിയറി നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് 20,000 കോടി രൂപയുടെ ഒരു നിക്ഷേപം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അത് NTPCയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേഷൻസ് തന്നെയാണ്. ഇതിനുള്ള അനുമതി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ടെക് മഹീന്ദ്ര നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ടെക് മഹീന്ദ്രയ്ക്ക് 1.4% ഒരു കുറവാണ് അറ്റാദായത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2% കുറവ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവർ അറിയിക്കുന്നുണ്ട്. റവന്യൂ ആണ് 1.4% ഒരു കോൺസ്റ്റന്റ് കറൻസി ഡിക്ലൈൻ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലാർസൻ ആൻഡ് ടെക്നോളജി സർവീസസ് നമുക്കൊന്ന് ഫോക്കസിൽ വയ്ക്കാവുന്നതാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 0.7% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വർധനവ് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വരുമാനം 3.9% കുറവാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എസ്റ്റിമേറ്റിനേക്കാളും കുറഞ്ഞ കണക്കുകൾ ാണിപ്പോൾ ലാർസൻ ആൻഡ് ടെക്നോളജി സർവീസസും പുറത്തുവിട്ടിരിക്കുന്നത്. SBI ശ്രദ്ധിക്കാവുന്നതാണ്. SBIയുടെ QIP സ്റ്റാർട്ട് ചെയ്തു എന്ന് നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 25,000 കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള QIP ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് 811 രൂപ എന്ന റേഞ്ചിലാണ്. അതായത് ഒരു 3% ഒരു ഡിസ്കൗണ്ട് പ്രൈസോട് കൂടിയിട്ടാണ് ഇപ്പോൾ QIP ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ നമുക്കിന്ന് SBIയുടെ ഓഹരികളും ഫോക്കസിൽ ഉൾപ്പെടുത്താവുന്നതാണ്.